ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ബലിപ്പെരുന്നാൾ എത്തിയല്ലേ. അപ്പം ഈ ഒരു വ്ളോഗിൽ നമ്മുടെ കുറച്ച് ബലിപ്പെരുന്നാളിൻ്റെ കുറച്ച് ഒരുക്കങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എന്നോട് വിട്ടുപോയിട്ടുണ്ട്. അപ്പം പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഉള്ളത് ഇക്കാടെ വീട്ടിലാണ്. അപ്പോൾ നമ്മളെ അറഫ നോമ്പൊക്കെ അതൊക്കെ എടുത്തു കഴിഞ്ഞ് നോമ്പ് മുറിച്ച ശേഷം നമുക്ക് നാളേക്കുള്ള കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു പെരുന്നാളിനാണ് കേട്ടോ നാട്ടിലുണ്ടാവാറ്. അപ്പോൾ ഈ ഒരു വർഷം നമുക്ക് 2 പെരുന്നാൾ നാട്ടിൽ കിട്ടി, മാഷാഅല്ലാ, അൽഹംദുലില്ലാ. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇതിപ്പോൾ നാളത്തേക്കുള്ള ചട്ടിപ്പത്തിരിയാണ്. അപ്പം ഉമ്മയപ്പയും കൂടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ തൊലി വാട്ടിയിട്ടാണ് ഇവിടെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ അധികം അലിഞ്ഞു പോവില്ല, നല്ല കട്ടിയിട്ട് തന്നെ ഉണ്ടാവും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ നാട്ടിലേക്ക് വരുന്നൊരു വീഡിയോ ഇപ്പോൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് നാട്ടിൽ വന്ന ശേഷം ഞാൻ ചെയ്യണമെന്ന് കരുതിയതാണ്. പക്ഷേ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ കാരണമാണ് അത്ര ലേറ്റ് ആയത്. അപ്പോൾ ഈ വീഡിയോ ലേറ്റ് ആകാൻ കാരണം അതാണ്. ഇതിപ്പം മുട്ടയും തേങ്ങാപ്പാലൊക്കെ ഉള്ളൊരു മിക്സാണ് കേട്ടോ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ ലെയറായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇത് ചട്ടിപ്പത്തിരിയുടെ മിക്സൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് കനലത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. മുകളിലും താഴെയും കനൽ വെച്ച് കൊടുത്തിട്ടാണ് ഇതൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. സാധാരണ നമ്മൾ പിറ്റേന്ന് രാവിലെ കുറച്ച് അധികം സ്നാക്സൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇന്നിപ്പം VIP ആയിട്ടുള്ള ചട്ടിപ്പത്തിരി ഉള്ളത് കൊണ്ട് അധികം സ്നാക്സ് ഒന്നും ഇല്ല. അപ്പം ചട്ടിപ്പത്തിരി തന്നെ ഉണ്ടല്ലോ കരിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് കണ്ണിൽ വെച്ചൊന്ന് മൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനിപ്പോൾ ഇതാ കണലൊക്കെ വെച്ച് മുകളിലും താഴെയിട്ട് കണലൊക്കെ വെച്ചിട്ടുണ്ട്. മുകളിലാണ് കുറച്ചും കൂടി അധികം വെച്ചെടുക്കുന്നത്. താഴെയുണ്ട് അത്യാവശ്യം, എന്നാൽ പെട്ടെന്ന് തന്നെ അങ്ങ് വലിഞ്ഞ് കിട്ടും. അപ്പം മുകളിലൊരു നല്ലൊരു ബ്രൗൺ കളറും കിട്ടും. വേവാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ ഇതാ ഇവിടുന്ന് പൊറാട്ടൻ്റെ പണിയൊക്കെ ഉണ്ട്. അപ്പോൾ പൊറാട്ട പണിയിലാണ് കേട്ടോ. അപ്പോൾ ഇത്രയധികം പൊറാട്ട എന്താണെന്ന് വെച്ചാൽ കുറച്ച് നമ്മളങ്ങ് കൊണ്ടുപോകും. അപ്പം നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് തന്നെ അങ്ങ് തിരിച്ചു പോകും. എനിക്കിത് ഇവിടെ വെളുത്തുള്ളി ഇറക്കുന്ന പണിയൊക്കെ ഉണ്ട്. ഉപ്പ നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ, ഉമ്മയും കുക്ക് ചെയ്തിട്ട് അടിപൊളിയായിട്ട്. അപ്പം ഉപ്പാൻ്റെ ഒരുപാട് റെസിപ്പീസ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പം എന്നാലും എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നല്ല നല്ല റെസിപ്പീസ് എന്തായാലും ഷെയർ ചെയ്യുന്നതാണ്. അപ്പം ഇപ്പോഴെ ഈ ഒരു പൊറാട്ട ഇല്ലേ, അതും അടിപൊളിയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറാട്ടയാണ്, കറിയൊന്നും വേണ്ട. ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ്. നല്ല ചെറിയ ചെറിയ പൊറാട്ടയാണ് കേട്ടോ ഉണ്ടാക്കാറ്. നല്ല കോയിൻ പൊറാട്ട എന്ന് പറയും. അപ്പോൾ ഇതേ നോക്കിയേ, നല്ല അടിപൊളിയായിട്ടില്ലേ, നല്ല ഭയങ്കര അങ്ങനെ വാലിട്ട് അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈപ്പ് പൊറാട്ടയാണ് കേട്ടോ ഇത്. ചൂടോടെ കൂടി കഴിക്കാൻ ഒരു കറിയും വേണ്ട. അപ്പോൾ ഇതേ നമ്മുടെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് തണിഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം, പൊറാട്ടയുടെ ഒരു സോഫ്റ്റ്നെസ് കാണിച്ചു തരാം. ഓക്കെ, അടിപൊളിയായിട്ടില്ലേ, നല്ല കുഴഞ്ഞിരിക്കണം. എനിക്ക് ചൂടായിട്ട് അധികം പിടിക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ ഉപ്പാൻ്റെ പൊറാട്ടയുടെ ഒരു വലിയ ഫാനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാവരും ഭയങ്കര ഫാനാണ് ഉപ്പാൻ്റെ പൊറാട്ടയ്ക്ക്. പിന്നെ നല്ല നാടൻ ചിക്കൻ കറി ഉണ്ട് കേട്ടോ. അടിപൊളി ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിച്ച് കാണാം.
അങ്ങനെ ഇപ്പോൾ ഇതാ ഫുഡെല്ലാം കഴിച്ചു. ഇനിയിപ്പോൾ ചട്ടിപ്പത്തിരിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കുകയാണ്. നല്ല കളറായി കിട്ടി. ഇനിയിപ്പോൾ ഇത് ഈദിൻ്റെ അന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇത് ഇക്കാടെ ഔട്ട്ഫിറ്റാണ്. കുട്ടികളത് എടുത്തിട്ടില്ല കേട്ടോ. അവരൊക്കെ രാവിലത്തെ തിരക്കിൽ അതൊക്കെ വിട്ടുപോയി. ഇപ്പോഴത്തെ രാവിലെ ചായ കുടിച്ചിട്ട് ചെറിയ സ്നാക്സൊക്കെ കഴിച്ചിട്ട് അവർ പള്ളിയിലൊക്കെ പോയി വന്നു. ഇനിയിപ്പോൾ നമ്മൾ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അവിടെ സ്പെഷ്യൽ ബിരിയാണിയാണ്. അപ്പം ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ച് തിരക്കിലായി പോയിട്ടോ. അപ്പം ഒരുപാട് ക്ലിപ്സൊന്നും എടുക്കാൻ പറ്റിയില്ല. ആദ്യം ഇപ്പം കുരുമുളകും പുതിനയൊക്കെ ഇട്ടിട്ടുള്ള ഉപ്പൊക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു വെള്ളത്തിലോട്ട് ചിക്കൻ വേവിച്ചിട്ടിട്ട് എന്നിട്ടാണ് മസാല ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ചിക്കന് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ വീട്ടിലും റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെയുള്ള ക്ലിപ്സൊന്നും എടുത്തിട്ടില്ല കേട്ടോ. തിരക്കായി പോയി. പിന്നെ 5 മണിക്ക് ഞങ്ങൾ ട്രെയിനാണ് വൈകുന്നേരം. അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.